ഏത് ബുക്കാണ് നമ്മൾ പഠിക്കുന്ന നോക്കളെ? സെയിൽസ് ബുക്ക്. ഇത് എത്രാമത്തെ ബുക്കാണ്? മൂന്നാമത്തെ. ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, പിന്നെ സെയിൽസ് ബുക്ക്. സെപ്പറേറ്റ് കാറ്റഗറി അല്ലേ? അതിൽ ABCD ആണ് വേറെ. ഇത് യെസ് സോറി ശക്തിമാൻ. മീനിങ് സെയിൽസ് ബുക്ക് ഈസ് ദാറ്റ് ബുക്ക് in which we record all the business credit transaction related to the sale of goods only. It is an book of original entry like cash book. It is also known as sales register എന്നോ സെയിൽസ് ഡേ ബുക്ക് എന്നോ സെയിൽസ് ജേണൽ ആൻഡ് അങ്ങനെയൊക്കെ പറയും. ഓക്കെ അല്ലേ? ടോട്ടൽ ഓഫ് സെയിൽസ് ബുക്ക് എന്ത് ചെയ്യും? നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? സെയിൽസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സെയിൽസ് ബുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ടു റെക്കോർഡ് ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ് ആണ്. സെയിൽസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ടു റെക്കോർഡ് ക്രെഡിറ്റ് സെയിൽസ് ആൻഡ് ഏതാണ്? ക്യാഷ് സെയിൽസ്, ദാറ്റ് ഈസ് ടോട്ടൽ സെയിൽസ്. അപ്പോൾ സെയിൽസ് ബുക്കിൽ നിന്നുള്ള എമൗണ്ട് ടോട്ടൽ ചെയ്തിട്ട് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? സെയിൽസ്. അടുത്ത ചോദ്യം, ഈസ് ഇറ്റ് റിക്വയർഡ് ടു പ്രിപ്പയർ സെയിൽസ് അക്കൗണ്ട് ഇഫ് സെയിൽസ് ബുക്ക് ഈസ് മെയ്ഡ്? യെസ്, ആവശ്യമുണ്ട് അല്ലേ? കാരണം എന്താ? സെയിൽസ് ബുക്കിൽ നിന്ന് ഏത് ക്രെഡിറ്റ് സെയിൽ മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് ഏത് വേണം? ക്യാഷും വേണം, ക്രെഡിറ്റും വേണം. അപ്പോൾ ക്യാഷ് ബുക്കിലെ ക്യാഷ് സെയിൽസും അതേപോലെ പർച്ചേസ് ബുക്കിലെ ക്രെഡിറ്റ് തെറ്റിപ്പോയി. ക്യാഷ് ബുക്കിലെ ക്യാഷ് സെയിൽസും പിന്നെ സെയിൽസ് ബുക്കിലെ ക്രെഡിറ്റ് സെയിൽസും കൂടെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? സെയിൽസ് അക്കൗണ്ടിലേക്ക്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫോർമാറ്റ് ഇതാണ്, സിമ്പിൾ. നേരത്തെ ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്താ വ്യത്യാസം? കസ്റ്റമർ നെയിമാണ് ഏത്? സെയിൽസ് ബുക്കിന്. പർച്ചേസ് ബുക്കാണെങ്കിൽ അതാണ് സപ്ലയർ നെയിം. അത്ര വ്യത്യാസങ്ങളുള്ളൂ. ഓക്കെ, ക്ലിയർ? അപ്പോൾ സെയിൽസ് 1000 പാക്കറ്റ് 15 രൂപ വെച്ചിട്ട്, അപ്പോൾ 1000 × 15 എത്ര? 15000 രൂപയുടെ വിൽപ്പന. ഇൻവോയ്സ് നമ്പർ 103 ക്രെഡിറ്റിനാണ്. ആർക്ക് കൊടുത്തുള്ളത്? അൽത്താഫിന്. അപ്പോൾ അൽത്താഫിൻ്റെ പേര് എഴുതുക. ദാറ്റ്സ് ഓൾ. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ഇത് കാണാൻ പറഞ്ഞാൽ എന്തൊക്കെയാണ്? സെയിൽസ് ബുക്ക് ഉണ്ടാക്കണം, പിന്നെ ലെഡ്ജർ ഉണ്ടാക്കണം. അപ്പോൾ ഏതൊക്കെ ലെഡ്ജർ ഉണ്ടാക്കേണ്ടി വരാം? സെയിൽസ് ബുക്ക് ഉണ്ടാക്കണം, പിന്നെ സെയിൽസ് അക്കൗണ്ട് വേണം, പിന്നെ അതാണ് പിന്നെ ഓരോ ഡെപ്റ്റേഴ്സിൻ്റെ അക്കൗണ്ടും ഉണ്ടാക്കണം. പക്ഷേ സെയിൽസിൻ്റെ അക്കൗണ്ട് നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കുള്ളൂ, കാരണം ഇതിനെ ടോട്ടൽ ചെയ്തിട്ട് സൺറൈസിന് എഴുതാം. അപ്പോൾ സോൾഡ് ടു മുകേഷ് ആണ് 10 ഇലക്ട്രിക് പിന്ന് 20 രൂപ വെച്ച്, 10 ബൾബ് 30 രൂപ വെച്ച്. ഓക്കെ അല്ലേ? സിമ്പിളായിട്ടുള്ള ഫോർമാറ്റ് വരയ്ക്കുന്നു. എന്നിട്ട് അതിൽ മുകേഷിൻ്റെ പേര് എഴുതിയിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വെക്കുന്നു. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇൻവോയ്സ് നമ്പർ എഴുതുന്നു, ഡേറ്റ് എഴുതുന്നു, മുകേഷിന് എഴുതുന്നു. 10 × 20 200, 10 × 30 എത്ര? 300. ടോട്ടൽ എത്ര? 500. മുകേഷിൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കണം അല്ലേ? നിങ്ങൾ മനസ്സിലാക്കണം, സെയിൽസ് ബുക്കിൽ ഇങ്ങനെ എഴുതിയതിൻ്റെ ഇമ്പാക്റ്റ് ഒരു ജേണൽ എൻട്രിയാണ്. ഏതാണ്? മുകേഷ് അക്കൗണ്ട് ടു സെയിൽസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മുകേഷിൻ്റെ അക്കൗണ്ടിൽ എന്ത് പറഞ്ഞ് എഴുതേണ്ടി വരും? ടു സെയിൽസ് എന്ന് പറഞ്ഞ് എഴുതേണ്ടി വരും. 500. അതേപോലെ അടുത്ത ഏതാണ്? സുരേഷ് ആൻഡ് ബ്രദേഴ്സ്. 10 ഫാന് × 250, 20 ഫിലിപ്പ് ട്യൂബ് × 30. ഓക്കെ അല്ലേ? അങ്ങനെ ഒക്കെ എഴുതി സെറ്റാക്കി എത്ര വരും? ടോട്ടൽ 3100 വരും. ഓക്കെ അല്ലേ? ദെൻ ആരുടെ അക്കൗണ്ട് ഉണ്ടാക്കണം? സുരേഷ്. അതിലെന്തെഴുതണം? ടു സെയിൽസ് 3100 എഴുതണം. ലാസ്റ്റ് രമേശൻ കമ്പനി 10 × 50, 20 × 30 വരും. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ എഴുതാം. ഓക്കെ, അങ്ങനെ 500, 600, ടോട്ടൽ 1100. അപ്പോൾ പുതിയ അക്കൗണ്ട് രമേഷിൻ്റെയിലും എന്തെഴുതണം? ടു സെയിൽസ് 1100. ഇതിൻ്റെ ടോട്ടൽ ചെയ്യുക 4700. ഇതെങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? സെയിൽസ് അക്കൗണ്ടിലേക്ക്. അപ്പോൾ സെയിൽസ് അക്കൗണ്ടിൽ എവിടെ ട്രാൻസ്ഫർ ചെയ്യാം? ഓക്കെ, ബൈ എന്ന് പറഞ്ഞ് എഴുതി എന്ത്? സൺഡേ ക്രെഡിറ്റേഴ്സ് 4700. ഓക്കെ അല്ലേ? സിമ്പിളാണല്ലോ അല്ലേ? പേഴ്സണൽ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം? അപ്പം എന്ത് ചെയ്യണം? പോസ്റ്റ് ചെയ്യണം. പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യാവും? സെയിൽസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പോകും. ആ നോട്ടാണ്.